ഹായ്, അസ്സലാമു അലൈക്കും. ബീവീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് കടമക്കുടിയിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു നോക്കാം. നമ്മൾ മീനോളജിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കടമക്കുടിയിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട്, നിങ്ങളത് കണ്ടു വെക്കുക. അതിൻ്റെ കാഴ്ചയെ പറ്റി ഞാൻ പറയണ്ടല്ലോ, വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത ഓരോ കാഴ്ചകൾ. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കടമക്കുടിയിലേക്ക് എത്തണം മുന്നേ അങ്ങനെ അതിൻ്റെ ഓരോ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒന്നും വിട്ടു. അജ്മലാണ് വണ്ടി ഓട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ എന്താ പറയുക, ജങ്കാർ എന്ന് പറയാൻ വലിയ വണ്ടി കൊണ്ടാണ് ജങ്കാറൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത അതേ അവിടെ ഉള്ളൂ. വേറെ ജങ്കാറൊന്നും ആ വഴിക്ക് വരാനില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് തുടങ്ങി നിൽക്കുകയാണ്. എല്ലാവർക്കും ഇതിൽ കയറാൻ പേടിയുണ്ട് വണ്ടിയും കൊണ്ട്. അങ്ങനെ നമ്മൾ ഏതായാലും നമ്മളെ വണ്ടി ജങ്കാറിൽ കയറ്റി അക്കരയ്ക്ക് കടന്നിട്ടോ. നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ ജങ്കാർ തിരിച്ചു വരുന്ന വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ജങ്കാർ ഇതാ എത്തി. നമ്മൾ വണ്ടി അതിലേക്ക് കയറ്റാൻ പോവാണ്. 80 രൂപയാണ് പറഞ്ഞത് അതിൽ കയറ്റാനും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊച്ചുമോൻ പറയാം 1000 ഉറുപ്പ്യാന്ന് പറഞ്ഞൊക്കെയാണ് നമുക്ക് ധൈര്യമായിട്ട് നിൽക്കുകയാണ്. 80 ഉറുപ്പ്യ പറഞ്ഞപ്പോൾ ജങ്കാർ മുങ്ങോ എന്നുള്ളൊരു പേടിയായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ ബുദ്ധിമുട്ടും കൂടാതെ അക്കരയൊക്കെ എത്തി. ജങ്കാർ വരുന്നവരെയുള്ള കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തതാണ്. സ്വന്തം മോളെ ഞാൻ ചോദിച്ചറിയാണ്. പെണ്ണ് ടൂറിനുണ്ടായിരുന്നു. ഞാനതിനെ കാണാൻ പക്ഷെ അവിടെ ഈ വലുപ്പമില്ലല്ലോ, നല്ല വലുപ്പില്ലേ അത്. ഇങ്ങനൊന്നുമല്ലല്ലോ ജങ്കാർ, കുറച്ചുകൂടി വലുപ്പത്തിലല്ലേ ഉള്ളത്. അത് ഇതിന് വിട്ട് മാറ്റി കൊടുക്കും. അവിടെ മുന്നിലേക്കാണ് പോകില്ല. വണ്ടി ഓഫാക്കിട്ടുണ്ട്. ടെൻഷൻ കാണിക്കും.
കയറ്റുള്ള നമ്മൾ ആവശ്യമേ അവിടെ ഉള്ളൂല്ലേ അതുവരെ ഉള്ളൂ. നേരെ പോയിട്ടുണ്ടല്ലോ മീനോട്ട് ചെന്ന് നേരെ ലെഫ്റ്റ് പോയി കാണാൻ പറ്റും. കൈ പിടിച്ച് ആ പോല്ല ഇതാ ഇരാശി വരുന്നുണ്ടാ കൈ പിടിക്കുന്നുണ്ട്. ഒരു പറയുമ്പോ എടുത്താൽ മതി നമ്മൾ ഇറങ്ങാം. നമ്മളിറങ്ങല്ലേ, നമ്മളിറങ്ങട്ടെ. ഒക്കെ നനയും. വെള്ളം കയറിയിട്ടാണ് അങ്ങനെ വെള്ളം കൂടിയാണ്, അതാ വിഷയം. പിന്നെ ഓല് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് ഇതാക്കണാണ്. ഓൽക്കപ്പത് മുങ്ങിയാലും അപ്പോൾ നമ്മളാ ജങ്കാർ യാത്ര കണ്ടല്ലോ. ഞാനതിൻ്റെ വോയിസൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതൊരു രസം തോന്നി എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മിക്കാനേ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിന്ന് ഇറങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പിന്നെയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുള്ള യാത്രയാണ്. ഇവർ നിർബന്ധിച്ച് കൊണ്ടതിനെ കൊണ്ടൊന്ന് കാണാനായില്ലെങ്കിൽ ഇങ്ങനെ ഈ കയ്യും വെച്ച് അങ്ങനെ ഇരിക്കും. നാട്ടിൽ വന്നിട്ട് കിട്ടിയ നല്ല നല്ല ഓർമ്മകളാണ് എല്ലാവരുടെ കൂടെയുള്ളൊരു യാത്ര. ഒരുപാട് രസകരമായി. ഇങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങനെ പോയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് നടത്തുന്ന ഒരു ചെറിയൊരു ഓരപ്പീടിക, ചായ ഉണ്ട് അവിടെ, സ്നാക്സ് ഉണ്ട്, കുറേ നായ്ക്കളുണ്ട്. ഏതായാലും നല്ല രസമായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കടമക്കുടിയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ്. പിന്നെ അതിനിടയിൽ നമ്മളെ സംസാരങ്ങളും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ 80 ഉറുപ്പ്യൻ്റെ കഥ അതും കൂടി ഒന്ന് ജങ്കർ വേണ്ട. ഒരാൾക്കാണോന്നൊക്കെ ഉറപ്പേ 1000 ഉറുപ്പ്യൻ്റെ ഉറപ്പില്ല. 80 ഉറുപ്പ്യക്കാത്രല്ലേ ഒരു പണി എത്തുന്നു. ഇരുമ്പ് അങ്ങോട്ട് ഇരുമ്പ് ഇങ്ങോട്ട് അപ്പൊക്ക് ഈ കടമക്കുടിയിലേക്ക് പോരാ വെള്ളത്തിൻ്റെ പരിപാടിയാണ്. അവിടെ തോണിയിൽ കയറണം. അതിൽ പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഭയങ്കര പേടിയാണ്. പല അപകടങ്ങളും നമ്മൾ കേൾക്കണമല്ലോ. അപ്പോഴത്തേന് കൊച്ചുമോനെ ന്യൂസൊക്കെ ഉണ്ടാക്കി. അബുദാബിയിൽ നിന്ന് വന്ന 2 ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായി. തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ കൊച്ചിൻ മെട്രോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ചു വരുന്ന
അതിൻ്റെ ഓഫീസിൽ വരുന്ന കുറച്ച് ശേഷം ഇറങ്ങിയപ്പോൾ നല്ല മഴ. അവിടുന്ന് മെട്രോൻ്റെ ഒരു വീഡിയോ കണ്ടില്ലേ, അവിടെ നിന്നാണ് കാണാം മെട്രോ പോണത്. അല്ലിട്ട് നമ്മളെ ഇവിടെ മെട്രോ സ്റ്റേഷനിലേക്ക് വണ്ടിയിൽ കൊണ്ടുപോയി വിട്ടുതന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഓരോ വീഡിയോസും ടിക്കറ്റ് എടുക്കുന്നതും അതൊക്കെയാണ്. പിന്നെ പറയണ്ടല്ലോ, കണ്ടാൽ മതിയല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ കണ്ടോക്കണേ, സ്കിപ്പ് ചെയ്യാതെ കാണിട്ട് എല്ലാവരും. മെട്രോ വന്നതിൻ്റെ ശേഷം കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. എന്താ പറയുക, പെട്ടെന്ന് നിർത്തും, പെട്ടെന്ന് കയറി പോകും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എടുത്താണ്. വൃത്തിയായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ഷെയർ ചെയ്താണ് നിങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. Away from the doors. ഇപ്പോൾ നമ്മൾ മെട്രോന്ന് ഇറങ്ങിയ നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ജസ്റ്റ് സീറ്റ് കിട്ടി. അവിടെ അടുത്തൊക്കെ പെണ്ണുങ്ങൾ ഇരിക്കുന്നതിനെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ശരിക്കും എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് പിറ്റേന്ന് ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മെട്രോയിലും കയറാം. മെട്രോയിൽ ഇവിടുന്ന് ഒന്നും കയറാഞ്ഞിട്ടല്ല, കൊച്ചി മെട്രോയിലൊന്ന് കയറാമെന്നുള്ളൊരു ഇതിലാണ്. അതിൽ കയറും ചെയ്യുക, സാധനം വാങ്ങാം, അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ്. തിരിച്ച് വരുമ്പോൾ തൃശ്ശൂരാണ് കല്യാണം ഉള്ളത്. ഇവിടുത്തെ ഒരു ഫ്രണ്ട്, പപ്പൻ്റെ ഒരു ഫ്രണ്ടാണ്, ഓരോ കല്യാണമാണ്. അപ്പോൾ അതിനും കൂടി കയറണം എന്ന് വിചാരിച്ചാണ് ഗിഫ്റ്റ് തിരഞ്ഞെടുക്കുന്നത്. കുറേ തിരഞ്ഞെടുന്ന് മനസ്സിനിണങ്ങണമൊന്നും കിട്ടിയില്ല. പിന്നെ വാങ്ങണതൊന്നും കാണിച്ചിട്ടും ഇല്ല കേട്ടോ. ഏതായാലും വന്നത് രസമായി.
പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല, അപ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുള്ളായിട്ടേ. പിന്നെ അങ്ങനെ കുറേ വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ കുറേ ഡിലീറ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് എടുത്തത് കുറച്ചൊക്കെ. കുറച്ച് പോയപ്പോഴുണ്ട് പിന്നെ ഒരു കാറ് ഓണാശംസകൾ എന്നൊക്കെ എഴുതിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കുക എഴുതി എന്തും ചെയ്യാം. ഞാൻ എഴുതിയതാണ് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് എഴുതി. അപ്പം അങ്ങനെയാണ് വന്നത്. ഒരു മത്സരം എന്തോ ആണ് പിന്നെ എഴുതിയിട്ട് ഉച്ചക്ക് വാങ്ങി കണ്ടില്ല. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. അപ്പോഴേക്ക് രാത്രിയായി. പിന്നെ അവിടെ നിന്ന് KFC ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ നല്ല ഇഷ്ടമായി. ഇപ്പം രാത്രിയിലെ കാഴ്ച ഞാൻ വീഡിയോ എടുത്താണ്. നല്ല രസം തോന്നിയിട്ടേ. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വന്നപ്പോഴും ഞാൻ വേഗം ഒരു വീഡിയോ കൂടി എടുത്ത്. നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് പോകണം. അപ്പോൾ എണീറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് കാൽച്ചായ റെഡി ആയിരുന്നു. മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ റെഡിയാക്കി വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചായയൊക്കെ കുടിച്ചത് റൂം വെക്കേറ്റ് ചെയ്ത്. അല്ല, നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയിൽ വരുന്നതാണ് ഇവിടെ. ഒക്കെ ഞങ്ങൾ പോരാണ് പോകുന്നത്. കുട്ടികളെ വിളിച്ചോക്കിയപ്പോൾ കുട്ടികളെ അപ്പുറത്ത് പാർക്ക് കളിക്കാൻ. അപ്പോഴാണ് ഞാനവിടെ പാർക്കുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഒന്ന് പോയി. അതുപോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതൊന്നും കാണാൻ പോകാൻ എനിക്ക് ടൈം കിട്ടില്ല. നമ്മളിങ്ങനെ പുറത്ത് തന്നെ ആയതുകൊണ്ടേ കുട്ടികള് കളിക്കപ്പോ പോയി സോനെ അതൊന്നും കാണിച്ചെന്നില്ലല്ലോ. നമ്മൾ കാണാൻ നേരം കിട്ടി. കുട്ടികളുടെ കൂടെ ഒക്കെ അവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അതൊക്കെ ഫോണിലാണ്. ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളെ വീഡിയോസ് ഇടാൻ അങ്ങനെ ലേറ്റ് ആവുമല്ലേ. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നമ്മളിതാ അവിടുന്ന് തിരിച്ചു പോയാണേ. അവിടുന്ന് പോരുമ്പോൾ ഇനി എന്തൊക്കെയോ കാണാനുണ്ടെന്ന് തോന്നല്. കാണാനുണ്ട് താനും. കുറച്ച് 2 ദിവസമല്ലേ ആകെ നിന്നത്. വെള്ളി ശനി ഞായറൊക്കെ അതിനെ കൊണ്ട് കുട്ടികൾക്കും ലീവ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിലേക്ക് കയറും കേട്ടോ. അപ്പോൾ കൊച്ചുമോൻ്റെ മോനക്ക് കോയിനിട്ടിട്ട് എന്താ മിഠായി എന്തോന്ന് എടുക്കണം. അപ്പോൾ അപ്പൊക്ക് പിന്നെ നല്ല ശീലമാണ് കുട്ടികളെ കൂടെ നടന്നിട്ട് ഇത് എടുത്ത് കൊടുക്കലും കോയിനിട്ട് കൊടുക്കലും ഒക്കെ. അപ്പോൾ ഓനായിട്ട് പപ്പ ഇങ്ങനെ നിൽക്കുകയാണ്. സമിതി വേണ്ട പറഞ്ഞിട്ടും കുട്ടികളെ കേൾക്കണ്ടേ. അങ്ങനെ ഇതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കയറി. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റണുള്ളൂ, സ്റ്റോറേജ് ഫുള്ളായതിനെ കൊണ്ട്. കയറി വരുമ്പോഴുള്ളൊരു കാഴ്ചയാണിത്. നല്ല നാട്ടിലാണ് കുറച്ച് ചൂടുവെള്ളം കണ്ടപ്പോൾ ഒന്ന് കുടിച്ച് നോക്കിയത്. പിന്നെ നെയ് റോസ്റ്റ്, മസാല ദോശ, വട, സാമ്പാർ. ദോശക്ക് ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. ഗീ റോസ്റ്റിനാണ് നല്ല
വയറ് നിറയെ കഴിച്ച് ഞങ്ങൾ പോരുന്നേ. നമുക്കൊരു കല്യാണത്തിന് പോകുന്നുണ്ട്. ചുരുങ്ങനൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളൂ. ഇവരാരും വിളിച്ചിട്ട് വരുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിലും കൊണ്ടുവരേണ്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിർബന്ധിച്ച് കല്യാണത്തിന് വിളിച്ച് കൊണ്ടുപോയി. വണ്ടിയിൽ നിന്ന് സൈഡിൻ്റെ മോൻ്റെ കൊച്ചുമോൻ്റെ പാട്ടുകളാണ് കേട്ട്. നല്ല രസമായിട്ട് പാടുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത് ചില വാക്കുകളൊന്നും മനസ്സിലാവില്ല. ചെറിയ മോനല്ലേ. നല്ല സൈഡ് റബ്ബന റബ്ബന യാ റബ്ബന ഇങ്ങനെ നമ്മൾ കല്യാണപ്പരൻ്റെ അടുത്ത് ദുബായ് പാലസാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.